നമസ്കാരം. ഇറാനിലെ എണ്ണ സംഭരണശാലകൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കത്തിപ്പുകയുന്ന ചിത്രമാണ് ടെഹ്റാനിലെ എണ്ണ സംഭരണശാലകൾ. ഇസ്രായേൽ ആക്രമണങ്ങളിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ കാര്യം നടക്കാതായപ്പോൾ രാജ്യം ആഭ്യന്തരമായി കുരുക്കിലാകും വിധം ഊർജ്ജ മേഖലയെ ലക്ഷ്യം വെച്ച് ആക്രമണം തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ. അതിൻ്റെ ഭാഗമായി ഞായറാഴ്ച പ്രത്യേക ആസൂത്രണത്തോടെ എണ്ണ സംഭരണശാലകളെ ലക്ഷ്യം വെച്ചു അത്രേ, അതും രാജ്യ തലസ്ഥാനത്ത്. ആക്രമിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ യുഎസും ഇസ്രായേലും ലക്ഷ്യം തെറ്റിയ യുദ്ധത്തിലേക്കാണ് എത്തിപ്പെട്ടത് എന്നാണ് വിലയിരുത്തലുകൾ. ഒടുവിൽ കരയുദ്ധം അനിവാര്യമാണ് എന്ന് ട്രംപ് തിരിച്ചറിഞ്ഞതായും അതിന് ശേഷമുള്ള നടപടികളിലേക്ക് കടന്നതായും വാർത്തകളുണ്ട്. ഇറാനിലേക്കുള്ള വ്യോമാക്രമണങ്ങൾ വഴി ഭരണമാറ്റം എന്ന ലക്ഷ്യത്തിൽ എത്താനാകില്ല എന്ന് തിരിച്ചറിഞ്ഞ് കരയുദ്ധത്തിനുള്ള പ്ലാൻ തയ്യാറാക്കി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇറാൻ യുദ്ധത്തിലെ ഒടുവിലത്തെ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യം ഒരു വമ്പൻ ഇടപെടലാണ്. ഇത് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ആണ്. ഇറാൻ ആക്രമണത്തിനെതിരെ ചൈനീസ് നേതൃത്വം ആദ്യമായി നേരിട്ട് രംഗത്തെത്തിയത് ശ്രദ്ധേയമായൊരു നീക്കമായി. ഇറാനിൽ ഭരണകൂട മാറ്റത്തിന് ശ്രമിക്കുന്ന ഇസ്രായേൽ നീക്കത്തിനെതിരെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി നേരിട്ട് രംഗത്തെത്തി. അത്തരം നീക്കത്തിന് പൊതുജന പിന്തുണ ലഭിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കളർ വിപ്ലവം ആസൂത്രണം ചെയ്യുന്നതിനോ സർക്കാർ മാറ്റം അടിച്ചേൽപ്പിക്കുന്നതിനോ ജനകീയ പിന്തുണ ലഭിക്കില്ല. ഇറാൻ്റേതടക്കം എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരത്തെ ബഹുമാനിക്കണം. മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കുന്നത് തടയുന്നതിനും വ്യാപനം ഒഴിവാക്കുന്നതിനും സൈനിക നടപടികൾ ഉടൻ അവസാനിപ്പിക്കണം എന്നും വാങ് യി ആവശ്യപ്പെട്ടു. ബീജിംഗിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വാങ് യി പറഞ്ഞത്. ഔദ്യോഗിക ചൈനീസ് വാർത്താ ഏജൻസി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇത് നടക്കാൻ പാടില്ലാത്ത യുദ്ധമാണ് എന്ന് വാങ് യി പറഞ്ഞു. ആർക്കും ഒരു ഗുണവും ലഭിക്കാത്ത യുദ്ധം. ബലപ്രയോഗം പരിഹാരമല്ല. സായുധ സംഘർഷം വെറുപ്പ് വർദ്ധിപ്പിക്കുകയും പുതിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്യും. മേഖലയിലെ ജനങ്ങളാണ് പ്രദേശത്തിൻ്റെ യഥാർത്ഥ ഉടമകൾ. ഈ മേഖലയുടെ കാര്യങ്ങൾ അവിടുത്തെ രാജ്യങ്ങൾ സ്വതന്ത്രമായി തീരുമാനിക്കണം. ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത്. ലോകത്തിന് കാട്ടുനീതിയിലേക്ക് മടങ്ങാൻ കഴിയില്ല എന്നും സംഭാഷണങ്ങളിലൂടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് എത്രയും വേഗത്തിൽ എല്ലാ കക്ഷികളും ചർച്ചകളിലേക്ക് മടങ്ങണം എന്നും ഉള്ള വാങ് യിയുടെ അഭ്യർത്ഥന ഇസ്രായേലിനെയും അമേരിക്കയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ചൈനയുടെ പരസ്യമായ ഈ ആഹ്വാനം ഈ യുദ്ധത്തിൽ യുഎസിനെയും ഇസ്രായേലിനെയും പ്രതിക്കൂട്ടിലാക്കും വിധത്തിലുള്ള ആഖ്യാനത്തിന് വഴിവെക്കും എന്നുറപ്പാണ്. അതേസമയം റഷ്യ മറ്റൊരു നിർണായകമായ ഇടപെടൽ ഇന്ന് നടത്തി. നേരിട്ട് ഇറാന് സഹായവുമായി റഷ്യ രംഗത്തിറങ്ങിയ കാഴ്ച കണ്ടു. അത് യുദ്ധഭൂമിയിൽ നിന്ന് ഉദ്യോഗസ്ഥരെ രക്ഷിക്കുന്നതിനുള്ള റഷ്യൻ വിമാനം ഉപയോഗിച്ചുകൊണ്ടാണ്. നയതന്ത്രജ്ഞരും എംബസി ഉദ്യോഗസ്ഥരും അടങ്ങുന്ന 117 ഇറാനികളെ ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്ന് റഷ്യൻ വിമാനത്തിലാണത്രേ ഒഴിപ്പിച്ചത്. ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ വാർത്താ ഏജൻസികൾ റിപ്പോർട്ടുകളായി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ കമാൻഡർമാരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ലബനനിലെ ഒഴിപ്പിക്കൽ. കൊല്ലപ്പെട്ടവരിൽ ഇറാന്റെ പിന്തുണയുള്ള ഖുദ്സ് ഫോഴ്സിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദം. ഇതിന്റെ തുടർച്ചയായി ശനിയാഴ്ച രാത്രിയോടെയാണ് ഇറാനിയൻ പ്രതിനിധി സംഘവുമായി റഷ്യൻ വിമാനം ബെയ്റൂട്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടത്. ഈ ആഴ്ച കൊല്ലപ്പെട്ട ഒരു ഇറാനിയൻ നയതന്ത്രജ്ഞന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും 3 മക്കളുടെയും മൃതദേഹങ്ങളും ഈ വിമാനത്തിൽ കൊണ്ടുപോയി എന്നാണ് വാർത്തകൾ. ഇത് അക്ഷരാർത്ഥത്തിൽ റഷ്യ നേരിട്ട് ഇത്തരത്തിലുള്ള രക്ഷപ്പെടുത്തൽ ദൗത്യത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഇന്ന് ഇസ്രായേലിനെയും യുഎസിനെയും സംബന്ധിച്ച് നിർണായകമായ രണ്ടാമത്തെ ഇടപെടലാണ്. യുദ്ധം തുടരുന്നതിൻ്റെ സാഹചര്യത്തിൽ അവർ കേൾക്കുന്ന ഒരു ആഘാതം കൂടിയാണ്. അതിനിടെ അയത്തുള്ള അലി ഖമനേയിയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ അമേരിക്കൻ അംഗീകാരമില്ലാതെ ശ്രമിച്ചാൽ അവരെയും വധിക്കും എന്ന ഇസ്രായേൽ മുന്നറിയിപ്പ് നിലനിൽക്കെ മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് കൂടി ഉണ്ടായി എന്ന് വാർത്തകൾ പറയുന്നു. ഇറാൻ നടപടികൾ, അതായത് പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള വിദഗ്ധ സമിതി ഖമനേയിയുടെ പിൻഗാമിയെ കണ്ടെത്തി എന്നും അത് രഹസ്യമായി വെച്ചിരിക്കുകയാണെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. നേതാവിനെ നിയമിക്കാനുള്ള വോട്ടെടുപ്പ് നടന്നു. നേതാവിനെ തെരഞ്ഞെടുത്തു എന്ന് സമിതി അംഗമായ അഹമ്മദ് അലം മൊൽഹോദയെ ഉദ്ധരിച്ച് ഇറാനിയൻ വാർത്താ ഏജൻസികളാണ് റിപ്പോർട്ട് ചെയ്തത്. അസംബ്ലി സെക്രട്ടേറിയറ്റിന്റെ ഉത്തരവാദിത്വമുള്ള അയത്തുള്ള ഹുസൈനി ബുഷഹ്രിയാണ്
പേര് പരസ്യപ്പെടുത്തുക എന്നും വാർത്തയിൽ വിശദാംശം വരുന്നു. അതേസമയം കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമനേയിയുടെ മകൻ മുജ്തബ ആണ് പരമാധികാരിയാവുക, പിൻഗാമിയായി എത്തുക എന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. നേരത്തെയും ഇത് സംബന്ധിച്ച് മകൻ സ്ഥാനമേറ്റെടുക്കും എന്നത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഖമനേയിയുടെ പിൻഗാമി ആരായാലും അയാളെ കൊല്ലുമെന്ന് ഇസ്രായേൽ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചതാണ്. US ഇസ്രായേൽ അനുമതിയുള്ള ഭരണാധികാരിയെ മാത്രമേ ഇനി അംഗീകരിക്കൂ എന്നും അതുവരെ യുദ്ധം തുടരും എന്നുമാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. അയത്തുള്ള അലി ഖമനേയിയുടെ മകൻ മുജ്തബ ഖമനേയി അസ്വീകാര്യനാണെന്നും അദ്ദേഹത്തിൻ്റെ കഴിവിൽ സംശയമുണ്ട് എന്നും പിൻഗാമി ആരായാലും തങ്ങൾ അംഗീകരിക്കില്ല എന്നും ട്രംപും പ്രഖ്യാപിച്ചിരുന്നു. ഇറാനിയൻ ഭരണഘടന പ്രകാരം രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കാൻ അധികാരമുള്ളത് 88 അംഗ വിദഗ്ധ സമിതിക്കാണ്. ഈ സമിതിയിലെ എല്ലാവരെയും വേട്ടയാടുമെന്ന് ഭീഷണി നിലവിലുണ്ട്. പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇത് സംബന്ധിച്ച സൂചനകൾ വന്നതിന് പിന്നാലെ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിങ്ങളെയും ലക്ഷ്യം വെക്കാൻ ഞങ്ങൾ മടിക്കില്ല, ഇതൊരു മുന്നറിയിപ്പാണ് എന്നാണ് ഒടുവിൽ ഞായറാഴ്ച ഇസ്രായേൽ സൈന്യം പേർഷ്യൻ ഭാഷയിൽ എക്സിൽ ഭീഷണിക്കുറിപ്പ് എഴുതിയിട്ടത്. എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി ഇറാൻ രംഗത്തെത്തുകയും ചെയ്തു. ഇറാൻ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുന്നത് ഇറാന്റെ ആഭ്യന്തര കാര്യമാണ് എന്ന് പറഞ്ഞ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇസ്രായേൽ സേനയുടെ നിലപാടിനെതിരെ രംഗത്ത് വന്നു. ഇക്കാര്യത്തിലുള്ള വിദേശ ഇടപെടലുകളെ തള്ളിക്കളയുന്നു എന്ന് NBCക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. പരമാധികാരിയെ തെരഞ്ഞെടുക്കുന്നത് ഇറാന്റെ ആഭ്യന്തര കാര്യമാണ്, ഇതിൽ വിദേശ ഇടപെടൽ സമ്മതിക്കില്ല. ഭരണഘടനയനുസരിച്ച് അസംബ്ലി ഓഫ് എക്സ്പേർട്സ് പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കും, അതിൽ മാറ്റം ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ട്രംപും നെതന്യാഹുവും അവകാശപ്പെടും പോലെയല്ല കാര്യങ്ങൾ എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അയത്തുള്ള അലി ഖമനേയിയെ കൊന്ന ശേഷം ഇറാനിൽ ആഭ്യന്തര കലാപം ശക്തിപ്പെടും എന്നും അതുവഴി പുതിയ ഭരണകൂടത്തിനായി ഇടപെടൽ നടത്താം എന്നുമായിരുന്നല്ലോ അവരുടെ പ്രതീക്ഷ. എന്നാൽ ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള ട്രംപിന്റെ നീക്കങ്ങളെ വിമർശിച്ചുകൊണ്ട് അരാക്ചി പറഞ്ഞത് അത് നടക്കില്ല, അതിനുള്ള ശ്രമങ്ങൾ ഇതുവരെ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നാണ്. ഇറാൻ ജനതയുടെ അവകാശം ആർക്കും ഇടപെടാനാകാത്തതാണ്. മാത്രമല്ല രാജ്യത്ത് രാഷ്ട്രീയ സ്ഥാപനങ്ങൾ സാധാരണ നിലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നും പ്രസിഡന്റ്, ക്യാബിനറ്റ്, പാർലമെന്റ് എന്നിവ ചുമതലകൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്നും അത് തുടരും എന്നുമാണ് അരാക്ചി പറയുന്നത്. ഇതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ രണ്ടാമത്തെ കാര്യം സൈന്യം പ്രസിഡന്റിനെ തിരുത്തിക്കൊണ്ട് രംഗത്തെത്തിയതാണ്. ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് പറയുകയും ഇനി ആക്രമിക്കില്ലെന്ന ഉറപ്പ് അയൽരാജ്യങ്ങൾക്ക് നൽകുകയും ചെയ്തതിൻ്റെ അടുത്ത ദിവസം പ്രസിഡന്റിനെ തിരുത്തി ഇറാൻ സേനാ വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ രംഗത്തെത്തി. അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ആക്രമണം തുടരും എന്നും അവർ പ്രഖ്യാപിച്ചു. അതിൻ്റെ ഫലവും ഇന്ന് ഇതിൻ്റെ തുടർച്ചയായി വാർത്തകളിൽ കാണുന്നുണ്ട്. പെഷസ്കിയാൻ ആക്രമണം നിർത്തുമെന്ന് പ്രഖ്യാപിച്ച് 24 മണിക്കൂർ കഴിയും മുമ്പ് അബുദാബിയിലെ അമേരിക്കൻ വ്യോമത്താവളത്തിൽ ഇറാൻ ഡ്രോണുകൾ പതിക്കുകയും ചെയ്തു. ഒപ്പം ദുബായ് വിമാനത്താവളത്തിലും മിസൈൽ പതിച്ചു. കുവൈത്ത് രാജ്യാന്തര വിമാനത്താവളങ്ങളിലെ ഇന്ധന ടാങ്കുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി എന്നാണ് റിപ്പോർട്ട്. പ്രതിരോധ സംവിധാനം മറികടന്ന് ഇസ്രായേലിലെ നഗരങ്ങളിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്രായേലിനെ ഞെട്ടിക്കുകയും ചെയ്തു. അതേസമയം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ US ആക്രമണം തുടരുന്ന സാഹചര്യവും ഉണ്ടായി. അതിൻ്റെ പിന്നാലെയാണ് ഇറാന്റെ ഈ തിരിച്ചടികൾ. യുദ്ധം ശക്തമായി തുടരും എന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേലിന് $15.1 കോടി ആയുധം നൽകാൻ ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകുകയും ഇറാനിലേക്കുള്ള ആക്രമണം കടുപ്പിക്കുകയും ചെയ്തതോടെയാണ് അയൽ രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം നിർത്തുന്നുവെന്ന നിലപാട് തിരുത്തലിലേക്ക് ഇറാൻ എത്തിയത്. ആക്രമിക്കുന്നത് അയൽ രാജ്യങ്ങളെയല്ല എന്നും അവിടുത്തെ അമേരിക്കൻ സൈനിക വ്യോമത്താവളങ്ങളെയാണ് എന്നും ഇറാൻ പ്രസിഡന്റ് തിരുത്തി. നേരത്തെ റഷ്യയുടെ ഇടപെടലിനെ തുടർന്ന് GCC രാജ്യങ്ങളോടുണ്ടായ ആക്രമണത്തിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് പെഷസ്കിയാൻ രംഗത്ത് വന്നത് നമ്മളും ചർച്ച ചെയ്തതാണല്ലോ. എന്നാൽ ഇറാൻ പരാജയപ്പെട്ട് തോൽവി സമ്മതിച്ചു എന്നും വിനാശം വരെ യുദ്ധം തുടരും എന്നും അതിന് പിന്നാലെ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളോട് ക്ഷമ പറഞ്ഞത് ഞങ്ങളെ പേടിച്ചുകൊണ്ടാണ്, പരാജയപ്പെട്ടതുകൊണ്ടാണ് എന്നും US ഇസ്രായേൽ നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു അത് എന്നും പറഞ്ഞിരുന്നു. എന്നാൽ അതിന് പിന്നാലെ US വ്യോമത്താവളങ്ങളുള്ള രാജ്യങ്ങളിൽ വീണ്ടും നിരന്തരമായ ആക്രമണം ഇറാൻ തുടരുകയാണ്. ഇറാനിലേക്കുള്ള ആക്രമണത്തിൽ ഒരു ഇളവുണ്ടായതുമില്ല. ഇതോടെ അയൽ രാജ്യങ്ങളോട് പ്രഖ്യാപിച്ച ഇളവിൽ ഇറാനും മാറ്റം വന്നു. അവർ തിരിച്ചാക്രമണം തുടരും എന്ന് പ്രഖ്യാപിച്ച് രംഗത്തെത്തുകയും ചെയ്തു എന്നതാണ് സ്ഥിതി. എന്നിട്ട് തങ്ങൾക്കെതിരെയുള്ള ഏത് നീക്കത്തിനും ശക്തമായ മറുപടി നൽകും എന്നും പെഷസ്കിയാൻ പറഞ്ഞു. തൻ്റെ വാക്കുകളെ അവർ തെറ്റായി വ്യാഖ്യാനിച്ചതാണ്. ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. സമ്മർദ്ദമേറുന്നതിനനുസരിച്ച് ഞങ്ങളുടെ പ്രതികരണം കൂടുതൽ ശക്തമാകും എന്ന് ഞായറാഴ്ച പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ മസൂദ് പെഷസ്കിയാൻ പറഞ്ഞു. ഇതിനിടെ ചർച്ചകൾക്കായി വാതിലുകൾ തുറക്കണമെന്ന ആവശ്യമായി മാർപ്പാപ്പ രംഗത്തെത്തിയതും പ്രധാനപ്പെട്ടൊരു നീക്കമായി. സംഘർഷങ്ങളിൽ വലിയ ആശങ്കയുണ്ട് എന്നും ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾക്കായി വഴി തേടണം എന്നും ലിയോ 14 മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകൾ അത്യന്തം ഖേദകരമാണ്.
ഈ സംഘർഷം ഭയവും വിദ്വേഷവും ജനിപ്പിക്കുന്നു. നിലയ്ക്കാത്ത സ്ഫോടനങ്ങൾ അവസാനിപ്പിക്കാനും ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനും പ്രാർത്ഥിക്കാം. മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുന്ന ചർച്ചകൾക്കായി വാതിലുകൾ തുറക്കപ്പെടട്ടെ എന്നും മാർപ്പാപ്പ പറഞ്ഞു. എന്തായാലും ഇറാനെ കീഴടക്കാൻ കരയുദ്ധം അനിവാര്യമാണ് എന്ന നിലപാടിൽ ട്രംപ് എത്തി എന്നതാണ് ഒടുവിലത്തെ റിപ്പോർട്ടുകൾ. കരയുദ്ധത്തിന് US ആരംഭം കുറിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ സൈന്യം നേരത്തെ വ്യക്തമാക്കിയതാണ്. എന്നാൽ വ്യോമാക്രമണം അനിശ്ചിതമായി തുടരാം എന്നല്ലാതെ ഇറാനിൽ ഭരണമാറ്റം ആ മട്ടിൽ സാധ്യമല്ല എന്നാണ് ട്രംപും നെതന്യാഹുവും കരുതുന്നത്. ഈ സാഹചര്യത്തിൽ ഭരണമാറ്റത്തിന് ഇറാൻ്റെ മണ്ണിൽ ഇറങ്ങിയുള്ള ആക്രമണവും നശീകരണവും മാത്രമേ വഴിയുള്ളൂ എന്ന് അവർ വിലയിരുത്തുന്നു. അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നാണ് ഒടുവിലുള്ള റിപ്പോർട്ടുകൾ. സൈനികരുടെ ചെറു യൂണിറ്റുകളെ ഇറക്കിയുള്ള ആക്രമണമാണത്രേ US പ്ലാൻ ചെയ്യുന്നത്. അതേസമയം കരയുദ്ധത്തിനായാണ് ഇറാനും കാത്തിരിക്കുന്നത്. എന്തൊക്കെ ഇനി ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.